എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളുടെയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെയും കടന്നു പോകുന്നവരാണോ നിങ്ങൾ? എങ്കിലിതാ നിങ്ങൾക്കൊരു സന്തോഷത്തിൻ്റെ ഒരു അമൃതവർഷമാണ് വരാൻ പോകുന്നത്. ഈ സുദിനം നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയ സാമ്പത്തിക ഉന്നതികളും വിജയങ്ങളുമാണ്. മിഥുനമാസം 1-ാം തീയതി മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ സമയമായി കഴിഞ്ഞിരിക്കുന്നു. ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ശുക്രൻ തെളിഞ്ഞു നിൽക്കുന്ന ഒരു സമ്പൂർണ്ണ വിജയത്തിൻ്റെ ഒരു സമയമാണ് നിങ്ങൾക്ക് വന്നു ചേരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നത്. ജ്യോതിഷപ്രകാരം ശുക്രന്റെ ഉദയം ചില നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്. ദുരിത കാലഘട്ടങ്ങളും പൂർണ്ണമായ പ്രതിസന്ധിയുടെ നിറഞ്ഞ കാലഘട്ടങ്ങളും മാറി കൈ നിറയെ പണം വന്ന് മനസ്സ് നിറയെ സന്തോഷവും കുടുംബത്തിൽ സമാധാനവും വന്നു ചേരുന്ന ദിവസങ്ങളാണ് ഇനി അങ്ങോട്ട് ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുവാൻ പോകുന്നത്. ആ നക്ഷത്ര ജാതകർ 9 നക്ഷത്ര ജാതകരുണ്ട്. ഭാഗ്യത്തിന്റെ അതിസമ്പന്നതയുടെ ഉയർച്ചയുടെയൊക്കെ കൊടുമുടികൾ ഏറാൻ ഭാഗ്യം സിദ്ധിക്കുന്ന 9 നക്ഷത്ര ജാതകരെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിൽ ആദ്യമായി പറയാൻ പോകുന്ന 3 നക്ഷത്ര ജാതകർക്കും കാര്യപരാജയങ്ങൾ മാറി ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം വന്നു ചേരുന്ന വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ഇവിടെ പറയുന്ന 3 നക്ഷത്ര ജാതകർക്കും കൈവരിക്കുവാൻ പോകുന്നത്. എന്തു തന്നെയാലും മഹാഭാഗ്യങ്ങളുടെ പട്ടികയിലേക്ക് ഒന്നാമതായുള്ള നക്ഷത്ര ജാതകർ കാർത്തിക നക്ഷത്ര ജാതകർ തന്നെയാണ്. ഈ കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഉയർന്ന സാമ്പത്തിക നേട്ടങ്ങളും സാമ്പത്തിക വിജയങ്ങളുമാണ് മിഥുനം 1 മുതൽ കൈവരിക്കുവാൻ പോകുന്നത്. തൊഴിൽ സംബന്ധമായിട്ട് കഴിഞ്ഞുപോയ സമയങ്ങളിൽ വളരെ ബുദ്ധിമുട്ടുകളും വളരെ പ്രയാസങ്ങളും അനുഭവിച്ച ഈ കൂട്ടർക്ക് വലിയ സന്തോഷത്തിന്റെ ദിനങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. തൊഴിൽപരമായിട്ട് വളരെയധികം പുരോഗതികൾ കൈവരിക്കുവാൻ കിട്ടുന്ന സമയമാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി സ്ഥലത്തുണ്ടായിരുന്ന ഏത് വലിയ പ്രതിസന്ധികളും പൂർണ്ണമായും അസ്തമിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ തൊഴിലിടത്തിൽ ആത്മസംതൃപ്തിയോടുകൂടി അഭിമാനത്തോടുകൂടി തല ഉയർത്തി തൊഴിൽ ചെയ്യുവാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നു എന്നതാണ് സത്യം. അതുപോലെ തന്നെ ധനലാഭത്തിൻ്റെ വലിയ സമയമാണ് നിങ്ങൾക്ക്. ഒരു ലോട്ടറി പോലും എടുത്താൽ പോലും അതിൻ്റെ ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുവാൻ കാരണമായി തീരുന്ന സമയം. ദീർഘനാളായിട്ട് മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരങ്ങൾ നിങ്ങൾക്ക് ഈ സമയങ്ങളിൽ ഉണ്ടാകുവാൻ 100% സാധ്യതകളുണ്ട്. വിവാഹമൊക്കെ നടക്കാതെ നിൽക്കുന്നവർക്ക് വിവാഹം നടക്കുന്നതും സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ ശ്രവിക്കുവാനുമുള്ള സമയമാണ് നിങ്ങൾക്ക്. നിങ്ങളുടെ ദീർഘനാളത്തെ സ്വപ്നങ്ങളും എല്ലാം പൂവണിയുന്ന ഈ കാലഘട്ടം തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഈ നക്ഷത്ര ജാതകർ ശിവക്ഷേത്രങ്ങളിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിച്ച് ശിവനധാര നടത്തി നിങ്ങളുടെ മനസ്സിലെ സങ്കടങ്ങളും ആഗ്രഹങ്ങളും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഭഗവാൻ നിങ്ങളെ ജീവിതത്തിൽ കൈപിടിച്ചുയർന്നതായിരിക്കും. അതുപോലെ തന്നെ മഹാലക്ഷ്മി ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിച്ച് ദേവിക്ക് മഞ്ഞപ്പട്ട് സമർപ്പിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ പറയുക. ഉറപ്പായി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റവും വലിയ നേട്ടങ്ങളും കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഉണ്ടാകുന്നതായിരിക്കും. അടുത്തായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ രോഹിണി നക്ഷത്ര ജാതകരാണ്. ശുക്രന്റെ ഉദയം രോഹിണി നക്ഷത്ര ജാതകർക്ക് നൽകുന്നത് ആത്മസംതൃപ്തിയുടെ ഒരു കാലഘട്ടമാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ വലിയ വിജയവും ഇരട്ട ലാഭവും ലഭിക്കുന്ന സമയമാണ്. കയ്യിൽ ധാരാളം സമ്പത്ത് വന്നു ചേരുന്ന ഈ സമയം കടബാധ്യതകൾക്ക് തീർത്ത് സന്തോഷകരമായിട്ട് അല്ലെങ്കിൽ അഭിമാനത്തോടു കൂടി ജീവിക്കുവാൻ കഴിയുന്ന ഒരു സമയമാണ്. കഴിഞ്ഞു പോയ സമയങ്ങളിൽ നിങ്ങൾ പലവിധമായിട്ടുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും പ്രയാസങ്ങളും അനുഭവിച്ചവരായിരിക്കാം നിങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന എല്ലാ സാമ്പത്തിക പരാജയങ്ങളും മാറി വലിയ ധനയോഗം വന്നു ചേരുവാൻ കാരണമാകുന്ന സമയമാണ്. വളരെയധികം ഉയർന്നു നിൽക്കുന്ന സമയമാണ് നിങ്ങൾക്ക്. നല്ല കാലഘട്ടമാണ്. ഈ സമയങ്ങൾ വിദ്യാഭ്യാസപരമായിട്ട് വലിയ പുരോഗതികൾ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നു. മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം കൊടുക്കുവാൻ കഴിയുന്നതായിരിക്കും. നിങ്ങളുടെ മനസ്സിൽ അലട്ടുന്ന ഏത് പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരങ്ങളൊക്കെ ഈ സമയങ്ങളിൽ ഈശ്വരൻ നിങ്ങൾക്ക് കൊണ്ടുവരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിച്ച് കുടുംബ ദേവീദേവന്മാർക്ക് വേണ്ട വിധമായിട്ടുള്ള പൂജകളും വഴിപാടുകളും കർമ്മങ്ങളും നിറവേറ്റുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളും വലിയ സാമ്പത്തിക ഉയർച്ചകളുമാണ് കൊണ്ടുവരുവാൻ കാരണമായി തീരുന്നത്. അടുത്തത് മൂന്നാമതായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ മകേര നക്ഷത്ര ജാതകരാണ്. വിദേശ രാജ്യങ്ങളിൽ തൊഴിൽ സംബന്ധമായിട്ട് നിൽക്കുന്നവർക്കും തൊഴിൽ അന്വേഷിക്കുന്നവർക്കും ഭാഗ്യത്തിൻ്റെ ദിനങ്ങളാണ് വരാൻ പോകുന്നത്. ഉയർന്ന ശമ്പളത്തോടു കൂടി നിങ്ങൾക്ക് നിയമനം ലഭിക്കുന്നതായിരിക്കും. വഴിയിൽ ഇപ്പോൾ അനുഭവിക്കുന്ന തടസ്സങ്ങളും പ്രതിസന്ധികളും വിഷമതകളും സങ്കടങ്ങളെല്ലാം മാറുന്ന നിമിഷങ്ങളാണ് മിഥുനം 1 മുതൽ വരാൻ പോകുന്നത്. ഈ നക്ഷത്ര ജാതകരുടെ കുടുംബത്തിൽ വളരെ സന്തോഷവും ഐക്യതയും ഐശ്വര്യവും നിലനിൽക്കുന്നതാണ്. സ്വർണത്തിന്മേൽ ലാഭം ലഭിക്കുന്ന സമയമാണ്. വസ്തു കച്ചവടമൊക്കെ നടക്കാതെ നിൽക്കുന്നവർക്ക് വസ്തു കച്ചവടമാകുന്ന സമയമൊക്കെയാണ്. നിങ്ങളെ പുച്ഛിച്ചവരുടെയും
അപമാനിച്ചവരുടെ മുമ്പിൽ തല ഉയർത്തി അഭിമാനത്തോടു കൂടി ജീവിക്കുവാൻ കഴിയുന്ന ഒരു സമയവും സാഹചര്യവും കാലഘട്ടവുമാണ് നിങ്ങൾക്ക് മുമ്പിൽ ഉദിക്കുന്നത്. സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ പരാജയങ്ങളും മാറി വിജയത്തിൻ്റെ കൊടുമുടിയിലേക്കാണ് നിങ്ങൾ എത്തിച്ചേരുവാൻ പോകുന്നത്. അടുത്തായി പറയാൻ പോകുന്ന 3 നക്ഷത്ര ജാതകർ ധനവർഷത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കൊടുമുടിയിലേറുന്ന നക്ഷത്ര ജാതകരാണ്. ഈ നക്ഷത്ര ജാതകർക്ക് പണത്തിന് യാതൊരു വിധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകില്ല. അതിലൊന്നാമതായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ പുണർദം നക്ഷത്ര ജാതകരാണ്. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ സമയങ്ങളിൽ അനുഭവിച്ച് സാമ്പത്തിക പ്രതിസന്ധിയും പ്രശ്നങ്ങളും എല്ലാം അകന്ന് നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് ധനാഭിവൃദ്ധിയുടെയും ധനാഐശ്വര്യത്തിൻ്റെയും സമയമാണ്. ഉദ്യോഗാർത്ഥികൾക്ക് സ്ഥാനക്കയറ്റങ്ങൾ ലഭിക്കുന്നതാണ്, തൊഴിൽ ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന സമയമാണ്. നിങ്ങളുടെ കഠിനാധ്വാനങ്ങളെല്ലാം അർഹിച്ച ഫലം ലഭിക്കുന്ന സമയമാണ്. മനസ്സിന് വലിയ സന്തോഷവും ആത്മസംതൃപ്തിയും ലഭിക്കുന്ന സമയമാണ്. മനം നിറയെ നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്. ഈശ്വരൻ നിങ്ങളെ കൈപിടിച്ച് ഉയർത്തുക തന്നെ ചെയ്യുന്നതായിരിക്കും. ഈ നക്ഷത്ര ജാതകർ ഉറപ്പായും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിച്ച് പാൽപ്പായസം നേർച്ച നേർന്ന് പ്രാർത്ഥിക്കുക. ഉറപ്പാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഫലം കിട്ടിത്തുടങ്ങുന്ന സമയമൊക്കെയാണ്. എല്ലാവിധമായ വിജയവും സർവ്വ ഐശ്വര്യത്തോടു കൂടി ജീവിച്ചു വാഴുവാനുള്ള ഭാഗ്യയോഗങ്ങൾ നിങ്ങൾക്ക് തെളിഞ്ഞു നിൽക്കുന്നതായിരുന്നു. അടുത്തായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ ഭാഗ്യ നക്ഷത്ര ജാതകരായ പൂയം നക്ഷത്ര ജാതകരാണ്. ഈ നക്ഷത്ര ജാതകർക്ക് ലോട്ടറി, ചിട്ടി മുതലായിട്ടുള്ള മാർഗങ്ങളിലൂടെ അപ്രതീക്ഷിത ധനലാഭം ജീവിതത്തിൽ കൈവരിക്കുവാൻ യോഗം കാണുന്നുണ്ട്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനും മംഗളകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുവാനും നിങ്ങൾക്ക് കഴിയുന്നതാണ്. മനസ്സിലെ എല്ലാ ഭയങ്ങളും ആശങ്കകളും വിട്ടൊഴിയുന്നതായിരിക്കും. നിങ്ങൾക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനും ആത്മവിശ്വാസത്തോടു കൂടി ജീവിതത്തെ അഭിമുഖീകരിക്കുവാനും കഴിയുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത്. എല്ലാവിധമായ പ്രയാസങ്ങളും മാറി ജീവിതത്തിൽ വലിയ ഉയരങ്ങളിലേക്കും വലിയ ഉയർച്ചയിലേക്കും നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ ഈശ്വരാനുഗ്രഹം കൊണ്ട് ഈ സമയം കഴിയുന്നതായിരിക്കും. അടുത്തായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ ആയില്യം നക്ഷത്ര ജാതകരാണ്. ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അവരെ ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടുന്ന സമയമാണ്. കടം കൊടുത്ത പൈസകൾ തിരിച്ചു കിട്ടുന്നതായിരിക്കും. പലിശ സഹിതം തിരിച്ചു കിട്ടുവാൻ യോഗം കാണപ്പെടുന്നുണ്ട്. കരിയറിൽ വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന സമയമാണ്. ഒത്തിരി വഴിത്തിരിവുകൾ ഉണ്ടാകുന്നതായിരിക്കും. ശുക്രൻ തെളിയുന്നതോടുകൂടി തന്നെ നിങ്ങൾക്ക് വലിയ സമ്മാനങ്ങൾ ലഭിക്കുന്ന സമയം കൂടിയാണ്. ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുക. നിങ്ങളുടെ കടബാധ്യതയും പ്രതിസന്ധിയൊക്കെ മാറിക്കിട്ടുന്ന സമയമാണ്. ഭാഗ്യത്തിൻ്റെ നെറുകയിലേക്ക് എത്തിച്ചേരുവാനുള്ള ഐശ്വര്യവും ആ സമയവുമാണ് നിങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസത്തോടു കൂടി പ്രവർത്തിക്കുക. ഈശ്വരൻ നിങ്ങളുടെ ജീവിതത്തിൽ കൈപിടിച്ച് ഉയർത്തുക തന്നെ ചെയ്യുന്നതായിരിക്കും. അടുത്തായി പറയാൻ പോകുന്ന 3 നക്ഷത്ര ജാതകർ മഹാഭാഗ്യത്തിൻ്റെ കൊടുമുടിയിൽ ഏറുന്ന നക്ഷത്ര ജാതകരാണ്. ഇവരുടെ പ്രാർത്ഥനകളും ഇവരുടെ വഴിപാടുകളൊക്കെ ഈശ്വരൻ കേൾക്കുന്ന സമയമാണ്. നിങ്ങൾ ഒരുപക്ഷെ കഴിഞ്ഞു പോയ സമയങ്ങളിൽ പറയുന്നുണ്ടായിരിക്കാം, ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും ഈശ്വരൻ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നുള്ളത്. നിങ്ങളുടെ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കുന്ന സമയമാണ് നിങ്ങൾക്ക് മുമ്പിൽ വരുന്നത്. അതായത് ആ നക്ഷത്ര ജാതകർ മകം നക്ഷത്ര ജാതകരാണ്. ഭാഗ്യത്തിൻ്റെ നെറുകയിലേക്ക് എത്തിച്ചേരുന്ന മകം നക്ഷത്ര ജാതകരുള്ള കുടുംബത്ത് വലിയ ബഹുമാനവും അംഗീകാരങ്ങളും കുടുംബത്തിൽ ലഭിക്കുന്നതാണ്. നിങ്ങളുടെ സമയം തെളിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് ഉയർച്ചയുടെ പടവുകൾ കയറുവാനുള്ള ഭാഗ്യയോഗങ്ങളാണ് കാണപ്പെടുന്നത്. എല്ലാവിധമായ മേഖലകളിലും വിജയിച്ച് ഒരു രാജാവിന് തുല്യമായി ജീവിച്ച് വാഴുവാനുള്ള ഭാഗ്യയോഗങ്ങളും മഹാഭാഗ്യത്തിൻ്റെ സമ്പന്നതയിലേക്ക് എത്തിച്ചേരുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ നിങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടെ നിങ്ങൾ പ്രവർത്തിക്കുക. ഹനുമാൻ ക്ഷേത്രങ്ങളിൽ പോയി വ്യാഴാഴ്ച ദിവസങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലയും വെണ്ണയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഏത് ആഗ്രഹവും നടന്നു കിട്ടുന്നതായിരിക്കും. 8ാമതായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ പൂരം നക്ഷത്ര ജാതകരാണ്. ശുക്രൻ ഈ നക്ഷത്ര ജാതകർക്ക് തെളിഞ്ഞു നിൽക്കുന്നതുകൂടി തന്നെ സാമ്പത്തികപരമായിട്ടുള്ള ഉദയങ്ങളാണ് ഈ നക്ഷത്ര ജാതകർക്ക് ഉണ്ടാകാൻ പോകുന്നത്. ജീവിതത്തിൽ വലിയ വിജയങ്ങളും വലിയ തോതിലുള്ള സാമ്പത്തിക ഉയർച്ചയും ഉന്നതികളും നിങ്ങൾക്ക് കൈവരിക്കുവാനും ഈശ്വരൻ്റെ കൃപാ കടാക്ഷങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും. ബിസിനസ്സിലൊക്കെ വൻ നേട്ടങ്ങളും വൻ കുതിച്ചുചാട്ടങ്ങളും ഉണ്ടാകുന്ന സമയമാണ്. നിങ്ങൾക്ക് കൈ നിറയെ പണം വന്നു ചേരുന്ന ഈ സമയം ജീവിതത്തിൽ എല്ലാവിധമായ സൗഭാഗ്യവും കാര്യ ഉയർച്ചകളൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നു ചേരുക തന്നെ ചെയ്തായിരിക്കും. ഈശ്വരൻ്റെ കൃപാ കടാക്ഷങ്ങളും ചൈതന്യങ്ങളും ഈ നിമിഷം മുതൽ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക. വലിയ വിജയങ്ങളും വലിയ ഉയർച്ചകളും നിങ്ങൾക്ക് ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് കൈവരിക്കുവാൻ കഴിയുന്നതായിരിക്കും. അടുത്തായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ 9ാമത്തെ ഭാഗ്യ നക്ഷത്ര ജാതകരായ ഉത്രം നക്ഷത്ര ജാതകരാണ്. ഈ നക്ഷത്ര ജാതകർക്ക് ഭൂമിയിൽ മേൽ വലിയ ലാഭങ്ങൾ ലഭിക്കുന്ന സമയമാണ്. ബിസിനസ് പങ്കാളികളുമായിട്ടുള്ള തർക്കങ്ങളൊക്കെ രമ്യതയിൽ പരിഹരിച്ച് മുമ്പോട്ട് പോകാൻ കഴിയുന്നതായിരിക്കും. ബിസിനസ്സിൽ വലിയ ഉയർച്ചകൾ ഉണ്ടാകുന്ന സമയമാണ്. സന്തോഷവും സമാധാനവും കൈവരിച്ചുകൊണ്ടുള്ള ഒരു ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്ന സമയമാണ്. നിങ്ങളുടെ അധ്വാനങ്ങൾ ഫലം കണ്ടു തുടങ്ങുന്ന സമയമാണ്. ജീവിതത്തിൽ ഒത്തിരി ഉയർച്ചയും ഒത്തിരി ജീവിത വിജയങ്ങൾ നിങ്ങൾക്ക് കൈവരിക്കുവാനും കഴിയുന്നതായിരിക്കും. എന്നാൽ ഈ ഒരു കാര്യം എപ്പോഴും നിങ്ങൾ ഓർക്കുക, ജാതകത്തിൽ എത്ര വലിയ ഭാഗ്യമുണ്ടെങ്കിലും കഠിനാധ്വാനവും ദൈവവിശ്വാസവും കൂടെ ഇല്ലെങ്കിൽ അതൊന്നും പൂർണ്ണതയിലേക്ക് എത്തുകയില്ല. അതുകൊണ്ട് തന്നെ തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഈ നല്ല സമയത്തെ കൃത്യമായി നിങ്ങൾക്ക് വിനിയോഗിക്കുവാൻ കഴിയുന്നതായിരിക്കും. ഈ നക്ഷത്ര ജാതകർ മഹാലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുകയും ശുക്രപ്രീതിക്ക് വേണ്ടി
ശുക്രമന്ത്രങ്ങൾ ജപിക്കുകയും ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള സാമ്പത്തിക ഐശ്വര്യങ്ങളും സാമ്പത്തിക വിജയങ്ങളും കൈവരിക്കുവാൻ ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നതായിരിക്കും. എല്ലാവിധമായിട്ടുള്ള ദുഃഖ ദുരിതങ്ങളിൽ നിന്നും കരകയറുവാനും നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും. ഇവിടെ പറഞ്ഞിട്ടുള്ള 9 നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ തല ഉയർത്തി ജീവിക്കുവാൻ കഴിയുന്ന സമയമാണ്. കൈ നിറയെ പണം വന്ന് വലിയ സന്തോഷകരമായിട്ടുള്ള ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുവാനും നിങ്ങൾക്ക് അവസരങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും നടത്തുന്ന പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുന്നതിനായി താഴെ കാണുന്ന കമന്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമന്റായി രേഖപ്പെടുത്തുക. തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മളൊരു പൂജ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കമന്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമന്റായി രേഖപ്പെടുത്തുക. ഏത് ദിവസമാണ് നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജുകൾ അറിയിപ്പിക്കുന്നതാണ്. അന്നേ ദിവസം നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ സമർപ്പിക്കുക. ഉറപ്പാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങളും ഐശ്വര്യങ്ങളും ഇതുമൂലം ഉണ്ടാവുന്നതാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.